Hi students, today we are going to discuss a new topic of plus 1 physics, that is chapter number 7. The name of the chapter is System of Particles and Rotational Motion. This is our first class of this chapter, and in this class we will go through the key points such as introduction, rigid bodies and different types of motion of rigid bodies, center of mass, and the formula for center of mass. We will derive the formula for how to find the center of mass of a body, and we will certainly do certain numerical problems based on how to find the center of mass of a rigid body. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ മനസ്സിലാക്കിയിരുന്നത് ഒരു പാർട്ടിക്കിൾ എന്നുള്ളത് ഇറ്റ് വാസ് കൺസിഡർ ആസ് എ പോയിന്റ് മാസ്. നമുക്കറിയാം ഒരു പോയിന്റ് മാസിനെ സംബന്ധിച്ച് ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് സൈസ്. ബട്ട് ഇൻ അവർ ഡെയിലി ലൈഫ് എനി റിയൽ ബോഡി ഹാസ് എ ഡെഫിനിറ്റ് സൈസ്. അതായത് ഏതൊരു റിയൽ ബോഡിയെ സംബന്ധിച്ചും അതിലൊരു ഡെഫിനിറ്റ് സൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ റിയൽ ബോഡിനെ നമുക്ക് ഒരു പോയിന്റ് മാസമായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്താണ് ഒരു റിജിഡ് ബോഡി എന്ന് നോക്കാം. റിജിഡ് ബോഡി ഈസ് എ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ വിച്ച് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് റിമൈൻ ഫിക്സ്ഡ്. സോ ദാറ്റ് ഈസ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ലാർജ് നമ്പർ ഓഫ് പോയിന്റ് മാസ്. അതായത് നമ്മൾ ഇതുവരെ ഒരു പാർട്ടിക്കിളിനെ പോയിന്റ് മാസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ റിജിഡ് ബോഡി എടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പോയിന്റ് മാസസ് ഇൻ വിച്ച് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു എനി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഈസ് ഫിക്സ്ഡ്. അതായത് ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ മാറുന്നില്ല, ഇറ്റ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, there will be no change in shape and volume of these rigid bodies under external force. That means if you apply an external force to a rigid body like this, then the separation between the two particles, നമ്മളിതാണ് രണ്ട് പാർട്ടിക്കിൾസ് അതിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ ആണെങ്കിൽ that separation between the two particles remain fixed. അതാണ് നമ്മൾ റിജിഡ് ബോഡിയെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് റിയൽ ബോഡി എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് ട്രൂലി റിജിഡ്. അത് ഫുള്ളി റിജിഡായിട്ട്, അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെപ്പറേഷൻ, പാർട്ടിക്കിൾ ഇടയ്ക്കുള്ള സെപ്പറേഷൻ പൂർണ്ണമായിട്ടും മാറില്ല നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ദർ ബി എ സർട്ടൺ ഡിഫോർമേഷൻ ഉണ്ട്, ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സ്. ഏതൊരു ബോഡിയെ സംബന്ധിച്ചാലും നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ചെറിയ ഡിഫോർമേഷനെങ്കിലും എന്ത് തന്നെയായാലും ഉണ്ടായിരിക്കും. ബട്ട് ഫോർ അവർ പ്രാക്ടിക്കൽ പർപ്പസസ് ദീസ് ഡിഫോർമേഷൻസ് ആർ കൺസിഡേർഡ് ആസ് നെഗ്ലിജിബിൾ. അത് വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ ആ ബോഡികളൊക്കെ തന്നെ റിജിഡ് ബോഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സ്പോഞ്ച് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. സ്പോഞ്ചിനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു, വളരെ മൈന്യൂട്ട് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തെങ്കിൽ ആ സ്പോഞ്ചിൻ്റെ സൈസിന് അതിൻ്റെ ഷേപ്പിനൊന്നും തന്നെ പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല. അതായത് അപ് ടു ദാറ്റ് പർട്ടിക്കുലർ ഫോഴ്സ് ദ സ്പോഞ്ച് മേ ബി കൺസിഡേഴ്സ് എ റിജിഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവരി റിജിഡ് ബോഡി ഈസ് റിജിഡ് അപ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ ആ റിജിഡ് ബോഡിയൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ബോഡീസൊക്കെ തന്നെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം, റിജിഡ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷം അതിന് ചെറിയ തരത്തിലുള്ള ഡിഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, അടുത്തതായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഓഫ് എ റിജിഡ് ബോഡി. റിജിഡ് ബോഡിക്ക് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യത്തെ മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ മോഷനാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹെർ ഇസ് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആൻഡ് വി ആർ കൺസിഡറിങ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്. ഒരു ബ്ലോക്ക് എടുക്കുകയാണ്. ആ ബ്ലോക്ക് നമ്മൾ എ എന്നുള്ള ഈ ഒരു പോയിന്റിൽ വെക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ സ്ലൈഡ് അലോങ് ദിസ് ഇൻക്ലൈൻ പ്ലെയിൻ അല്ലേ. അതായത് സ്ലൈഡ് ചെയ്ത് എയിൽ നിന്ന് ബിയിലേക്ക് ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൽ സ്ലൈഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഈ റെക്ടാങ്കുലർ ബ്ലോക്കിൽ നമുക്കറിയാം ദർ ആർ സോ മെനി പോയിന്റ്സ്, P1 P2 എന്നുള്ള ഒട്ടനവധി പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ തന്നെ ഈ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കും. അതായത് ഒന്നിച്ചാണ് ഈ പോയിന്റ്സുകളെല്ലാം തന്നെ സ്ലൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഓൾ പോയിന്റ്സ് ഹാവ് സെയിം വെലോസിറ്റീസ്. ദാറ്റ് ഈസ് ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി ആർ മൂവിങ് ടുഗദർ. That is, they have same velocity in the case of translational motion. Okay. അടുത്ത ടൈപ്പ് ഓഫ് മോഷൻ ആണ് റൊട്ടേഷണൽ മോഷൻ. നമ്മളൊരു ഡിസ്ക് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. ആൻഡ് ദാറ്റ് ഡിസ്ക് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്. ഈ ലൈൻ ആസ്പദമാക്കിക്കൊണ്ട് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡിസ്കിൻ്റെ ഡിഫറെൻറ്റ് പോയിന്റ്സുകൾ കൺസിഡർ ചെയ്യാം. 1, 2, 3, 4 എന്നുള്ള അതിൻ്റെ പെരിഫറിയിൽ, അതിൻ്റെ ഔട്ടർ സർഫസിലായിട്ടുള്ള 4 പോയിന്റുകൾ കൺസിഡർ ചെയ്തു. നമുക്കിതിൻ്റെയൊക്കെ തന്നെ വെലോസിറ്റി നമുക്കറിയാം. ഈ പോയിന്റിലെ വെലോസിറ്റി അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യലായിരിക്കും. അത് നമ്മൾ മുന്നേ പഠിച്ചതിൻ്റെ സർക്കുലർ മോഷനിൽ ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഈ തരത്തിലായിരിക്കും. നമുക്ക് പഠിച്ചൊരു ഇക്വേഷനാണ് V = R ഒമേഗ. V = R ഒമേഗ. അപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണെങ്കിൽ R എന്നുള്ള ഇവിടെ സൈമാണ്. എല്ലാ ഭാഗത്തും ഈ പാർട്ടിക്കിളിനെ സംബന്ധിച്ച് R സൈമാണ്. R സൈം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെയൊക്കെ തന്നെ V സൈമാണ്. V എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് സൈമാണ്. ഇതിൻ്റെ ആംഗുലർ
വെലോസിറ്റി ഫിക്സഡ് ആക്കി വെക്കുകയാണെങ്കിൽ, അതായത് കോൺസ്റ്റന്റ് സ്പീഡിലാണ് അത് കറങ്ങുന്നതെങ്കിൽ, ഈ ഡിസ്ക് കറങ്ങുന്നതെങ്കിൽ അതിൻ്റെ റേഡിയസ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആണെന്നുള്ളത് ഈ പെരിഫറയിൽ. ഇനി നമ്മൾ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, ഈ 5 എന്നുള്ള വേറൊരു പോയിന്റ്, ഈ ഡിസ്കിൻ്റെ വേറൊരു ഭാഗത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഇവിടുത്തെ R എന്ന് പറയുന്നത് ഇതാണ്, റേഡിയസ് കുറവാണ്, ഈ സെൻട്രലിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള റേഡിയസ് കുറവാണ്. അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ വെലോസിറ്റി എന്നുള്ളത് കുറവായിരിക്കും എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്കിൻ്റെ സെൻറ്ററിൽ, അറ്റ് ദ സെൻറ്റർ റേഡിയസ് ഈസ് ഈക്വൽ ടു എന്താണ്? 0 എന്ന് പറയാൻ പറ്റും. അത് ഈ സെൻറ്ററിൽ R ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ പാർട്ടിക്കിൾ ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്. ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഈസ് 0 at the center of the disk and the velocity is maximum at the periphery. കാരണം പെരിഫറിയിലാണ് അതിൻ്റെ മാക്സിമം റേഡിയസ് വരുന്നത്. ആ R മാക്സിമം ആവുന്ന സമയത്ത് ആ പെരിഫറിയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ആയിരിക്കും മാക്സിമം ആവുന്നത്. The line along which the body is fixed is known as axis of rotation. അതായത് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അതിന് ഒരു ആക്സിസ് വേണം. ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന, അതിൻ്റെ സെൻറ്റർ പോയിന്റിലൂടെ കടന്നു പോകുന്ന ആ ലൈനിനെ നമ്മളെന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണാവുന്ന റൊട്ടേഷനുമായി ബന്ധപ്പെട്ട ചില എക്സാമ്പിൾസ് ആണ് സീലിംഗ് ഫാൻ, അല്ലേ? സീലിംഗ് ഫാൻ ഒരു ബേസിസ്, ഒരു ആക്സിസിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ലീഫുകൾ കറങ്ങുന്നത്. അതുപോലെ പൊട്ടേഴ്സ് വീൽ, പാത്രം ഉണ്ടാക്കുന്ന പ്രോസസ്സിലെ പൊട്ടേഴ്സ് വീൽ ഈ തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ മെറിഗോ റൗണ്ട്, നമ്മൾ പാർക്കിലെ കാണുന്ന മെറിഗോ റൗണ്ടൊക്കെ തന്നെ അവിടെയൊക്കെ ഈ അതിൻ്റെ പാർട്ടിക്കിൾസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ചൊക്കെ തന്നെ ഒരു ഫിക്സഡ് ആക്സിസ് ഉണ്ട് നമുക്ക് കാണാൻ കഴിയും. റൊട്ടേഷണൽ മോഷനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും, എവറി പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി മൂവ്സ് ഇൻ എ സർക്കിൾ ആൻഡ് ദാറ്റ് ലൈസ് ഇൻ എ പ്ലെയിൻ. അതായത് ഒരു സർക്കുലർ പാത്തിലൂടെ എല്ലാ പാർട്ടിക്കിളും മൂവ് ചെയ്യുന്നത്. ആ സർക്കിൾ ഉൾപ്പെടുന്ന പ്ലെയിൻ നമ്മൾ പറയുന്ന പേരാണ് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. അതുപോലെ നമുക്ക് അറിയാൻ കഴിയും ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് സെൻട്രലിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ്. ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ദാറ്റ് ഈസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. നമുക്കത് നോക്കാം. ഈ കൺസിഡർ റിജിഡ് ബോഡി ഓഫ് എനി ഷേപ്പ്. നമുക്ക് ആ റിജിഡ് ബോഡിയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് വരച്ചിരിക്കുകയാണ്, കട്ട് ചെയ്തു. ആ ക്രോസ് സെക്ഷൻ ഈ തരത്തിലാണ്. ഈ തരത്തിലുള്ള റിജിഡ് ബോഡി ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് റൊട്ടേറ്റിംഗ്. ഈ തരത്തിൽ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് സെഡ് ആക്സിസും ഇത് എക്സ് ആക്സിസ്, നമ്മൾ വൈ ആക്സിസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെഡ് ആക്സിസിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് കറങ്ങുന്നത്. അതുകൊണ്ട് ദിസ് ഈസ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ദാറ്റ് ഈസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ സെഡ് ആക്സിസ് ആണ്. അതേപോലെ ഈ പാർട്ടിക്കിൾസ് ഒക്കെ കറങ്ങുന്നത് ഈ ഒരു സർക്കിളിലൂടെയാണ്. ആ സർക്കിൾ ഉൾപ്പെടുന്ന ഈ പ്ലെയിനാണ് എക്സ് വൈ പ്ലെയിൻ. അപ്പോൾ ഇവിടുത്തെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിൻ ആണെന്ന് പറയാൻ കഴിയും. അതായത് സെഡ് എന്നുള്ള ആക്സിസ് എക്സ് വൈ എന്നുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഇനി നമുക്ക് വേറെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ഈസ് വൈ സെഡ് എന്നുള്ള പ്ലെയിനാണ് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എടുക്കുന്നതെങ്കിൽ, അപ്പോൾ എന്താണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആയിരിക്കും. അതായത് വൈ സെഡ് എന്നുള്ള പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് എക്സ് ആക്സിസ്. അതായത് എല്ലാ കേസിലും റൊട്ടേഷണൽ മോഷൻ സംബന്ധിച്ചുള്ള കേസിലൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയും ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ഓക്കെ. റിജിഡ് ബോഡിക്ക് ഉണ്ടാകുന്ന മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ. നമ്മളതിനെ റോളിംഗ് മോഷൻ എന്ന് പറയും. നമുക്ക് നേരത്തെ പോലെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുക്കാം. ഇവിടെ നമുക്ക് ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഫോമിലുള്ള ഒരു ബോഡി എടുക്കുക. ആ ഡിസ്കിനെ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ റോൾ. അതായത് ഇത് റോൾ ചെയ്യുന്ന സിറ്റുവേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സ്ലൈഡ് ചെയ്യല്ല, ഈ ഡിസ്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഡിഫറൻറ്റ് പോയിന്റ്സുകളുണ്ട്. P1, P2, P3 അങ്ങനെ ഡിഫറൻറ്റ് പോയിന്റ്സുകളുണ്ട്. ഈ പോയിന്റ്സുകളൊക്കെ തന്നെ എന്ത് ചെയ്യും? ഒരു സർക്കുലർ പാത്തിലൂടെ സഞ്ചരിക്കും. പക്ഷേ ഈ സെൻറ്ററിലുള്ള പോയിന്റ്, ഇപ്പോൾ P1 ആണ് ഇവിടെ സെൻറ്ററിൽ എടുത്തിരിക്കുന്ന പോയിന്റ്, ആ P1 എന്നുള്ള പോയിന്റ് സഞ്ചരിക്കുന്നത് ഈ ഒരു പാത്തിലൂടെ ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഫോളോ എ ലീനിയർ പാത്ത്. ദാറ്റ് ഈസ് ഓൾ പാർട്ടിക്കിൾസ് എക്സെപ്റ്റ് അറ്റ് സെൻറ്റർ ഹാസ് റൊട്ടേഷണൽ മോഷൻ. ഇത്തരത്തിലുള്ള ഒരു റോളിംഗ് മോഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്കിൻ്റെ സെൻറ്ററിലുള്ള ഈ പാർട്ടിക്കിളിനൊഴികെ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിളിനെ സംബന്ധിച്ചും ഉണ്ടാവുന്നത് ഒരു സർക്കുലർ മോഷൻ ആയിരിക്കും. അത് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. എല്ലാ പാർട്ടിക്കിളും ഈ പോയിന്റിനെ ആസ്പദമാക്കിക്കൊണ്ട് സർക്കുലർ പാത്തിലൂടെ കറങ്ങും. അതിനൊക്കെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടായിരിക്കുക. പക്ഷേ സെൻറ്ററിലുള്ള പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ഇറ്റ് ഹാസ് എ ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ. ഇനി നമുക്ക് റിജിഡ് ബോഡി കൺസിഡർ ചെയ്യാം. റിജിഡ് ബോഡി AB എന്നുള്ള ഒരു ആക്സിസിനെ ആസ്പദമാക്കി ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ Aയും Bയും ഫിക്സറാണ്. അപ്പോൾ ഈ ആക്സിസ് സെറ്റ് ടു ബി ഫിക്സഡ് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ടേബിൾ ഫാൻ, സ്പിന്നിങ് ടോപ്പ്, പമ്പരം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ തന്നെ ആക്സിസിൻ്റെ ഒരു എൻഡാണ് ഫിക്സഡ് ആണെന്ന് കാണാം. വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്.
അപ്പോൾ ഒരു എൻഡ് ഫിക്സ് ആവുന്ന സമയത്ത് ആക്സിസ് വിൽ റൊട്ടേറ്റ് ഇൻ സം അതർ പ്ലെയിൻ. അതായത് ഈ ആക്സിസിന്റെ ഒരു എൻഡ് മാത്രമേ ഫിക്സ് ചെയ്തുള്ളൂ. ഇവിടെ എയും ബിയും ഫിക്സ്ഡ് ആണ്. പക്ഷേ സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ടേബിൾ ഫാൻ ഒക്കെ ഇടുന്ന സമയത്ത് അത് കറങ്ങുന്ന ആക്സിസിന്റെ ഒരു പോയിന്റ് മാത്രമേ ഫിക്സ് ചെയ്തുള്ളൂ. അതിന്റെ ഫലമായിട്ട് ആക്സിസ് വിൽ ആൾസോ റൊട്ടേറ്റ്. അപ്പോൾ നമ്മൾ ഏത് ആക്സിസിനെ ആസ്പദമാക്കിയാണോ മറ്റുള്ള പാർട്ടിക്കിൾസ് കറങ്ങുന്നത്, ആ ആക്സിസും ഒരു പ്രത്യേക പ്ലെയിനിൽ കറങ്ങുന്നതായിട്ട് കാണാം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്പിന്നിങ് ടോപ്പ് ആണ്. സ്പിന്നിങ് ടോപ്പ്, ഈ ടോപ്പ് സെഡ് ആക്സിസിനെ ആസ്പദമാക്കി കറങ്ങുകയാണ് വിചാരിക്കുക. അതിൻ്റെ സ്പീഡ് കുറയുന്ന സമയത്ത് ഇത് കുറച്ച് ഇൻക്ലൈൻ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയുള്ള ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇപ്പോൾ സെഡ് ആയിരുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങോട്ട് സ്പീഡ് കുറയുന്നതിന് സമയത്തായിട്ട് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇങ്ങോട്ട് മാറുന്നത്. അതായത് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ വെർട്ടിക്കൽ പോയിന്റിനെ, വെർട്ടിക്കലായിട്ടുള്ള ആക്സിസിനെ ആസ്പദമാക്കി, അതായത് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈ വെർട്ടിക്കലിനെ ആസ്പദമാക്കിക്കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ദ മൂവ്മെന്റ് ഓഫ് ആക്സിസ് ഓഫ് ടോപ്പ് അറൗണ്ട് വെർട്ടിക്കൽ, അത് നമ്മൾ പറയുന്ന പേരാണ് പ്രിസിഷൻ. അതായത് ആക്സിസും കറങ്ങും, ആക്സിസ് ആ വെർട്ടിക്കൽ, അതായത് ഇനീഷ്യലി ഈ ആക്സിസും വെർട്ടിക്കലും ഒരേ സിറ്റുവേഷനിലായിരുന്നു. കുറച്ച് കഴിയുന്ന സമയത്ത് ഈ പമ്പരം എന്ത് ചെയ്യാൻ തുടങ്ങും, ചെരിഞ്ഞ് കറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ പമ്പരത്തിൻ്റെ ആക്സിസും ഈ വെർട്ടിക്കലിനെ ആസ്പദമാക്കിക്കൊണ്ട് കറങ്ങും. ആ കറക്കത്തിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിസിഷൻ. PRECESSION. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ റിജിഡ് ബോഡി സംബന്ധിച്ചിട്ട് ഒട്ടനവധി പാർട്ടിക്കിൾസ് അതിനകത്ത്. റിജിഡ് ബോഡി ഏത് ടൈപ്പ് ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാലും, ട്രാൻസ്ലേഷൻ മോഷൻ ആയാലും റൊട്ടേഷൻ മോഷൻ ആയാലൊക്കെ തന്നെ അതിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ മൂവ് ചെയ്യുന്നത് ഓരോ പാത്തിലായിരിക്കും. അതായത് ആ മൂവ്മെൻറ്റ് ഓഫ് ദ റിജിഡ് ബോഡി വിൽ ബി എ കോംപ്ലിക്കേറ്റഡ് വൺ. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം, റിജിഡ് ബോഡിയെ സംബന്ധിച്ച് അതിനൊരു ഫിക്സഡ് മാസ് ഉണ്ട്. അതായത് അതിലെ ഓരോ പാർട്ടിക്കിളിനെ സംബന്ധിച്ചും ഒരു മാസ് ഉണ്ട്. ഈ പാർട്ടിക്കിളിൻ്റെ ഒക്കെ തന്നെ മാസ് ഒരൊറ്റ പോയിന്റിലായിട്ട് ഫിക്സ് ചെയ്തായിട്ട്, അതായത് ഒരൊറ്റ പോയിന്റിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിനെ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷൻ? ആൻ ഇമാജിനറി പോയിന്റ് at which the all mass of the body is supposed to be concentrated. It is only an imaginary point. It is not a real point. പക്ഷേ ഏതൊരു റിജിഡ് ബോഡിയെ സംബന്ധിച്ചിട്ടും അതിൻ്റെ ഓൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഇമാജിനറി പോയിന്റിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. അതായത് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ഒരു ഇമാജിനറി പോയിന്റ് ആണ്, അറ്റ് വിച്ച് ദി ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അത് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡിയുടെ ഷേപ്പിനെ കുറിച്ചോ സൈസിനെ കുറിച്ചോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഏതൊരു ബോഡിയെ സംബന്ധിച്ചും ഏതെങ്കിലും പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടാവും, അതേപോലെ പർട്ടിക്കുലർ സൈസ് ഉണ്ടാവും. പക്ഷേ ആ പാർട്ടിക്കിൾസിനൊക്കെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ മാസുകളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ കൺസിഡർ ദ ബോഡി ആസ് എ പോയിന്റ് ഒബ്ജക്റ്റ്. അതായത് ആ ഓൾ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് എടുക്കുന്നതിന് പകരം ഈ ഓൾ പാർട്ടിക്കിൾസ് എല്ലാതിൻ്റെയും കൂടി മാസ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട ആ പോയിന്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾ ബോഡി എന്നുള്ളത് ആ ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ആ ഓൾ ബോഡീനെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഉപയോഗം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മളൊരു ബോട്ടിൽ ത്രോ ചെയ്യാൻ വിചാരിക്കുക. ഈ തരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു ബോട്ടിലിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ത്രോ ചെയ്യാണ്, ഒരു പരാബോളിക് പാത്തിലൂടെ ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. ഈ പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് പല പാർട്ടിക്കിൾസും പല ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്, പല പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോട്ടിലിൻ്റെ ഓവറോൾ മൂവ്മെൻറ്റ് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കാണാൻ കഴിയും. ദി മോഷൻ ഓഫ് ദിസ് ബോട്ടിൽ വിൽ ബി എ കോംപ്ലിക്കേറ്റഡ് വൺ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ബോട്ടിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മാത്രം കൺസിഡർ കഴിഞ്ഞാൽ, അത് O ആണ് ഇവിടുത്തെ ബോട്ടിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പാർട്ടിക്കിളിൻ്റെ പോയിന്റ്, അതായത് O എന്നുള്ള പാർട്ടിക്കിളിൻ്റെ പോയിന്റ് ഇവിടെയാണ്. ഈ പൊസിഷൻ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് O is here and now O is here. ഇതിൻ്റെ അലൈൻമെൻറ്റ്, ഈ ബോട്ടിൻ്റെ അലൈൻമെൻറ്റ് മാറുന്നുണ്ട്. പക്ഷേ ഈ O എന്നുള്ള ഈ പോയിന്റ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ഒരു പരാബോളിക് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ദാറ്റ് ഈസ് O is the center of mass of bottle. It will follow a parabolic path. അതായത് ബോട്ടിലിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഷനാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ ഈ O എന്നുള്ള സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള പോയിന്റ്, ബോട്ടിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അത് ഫോളോ ചെയ്യുന്ന ഒരു പരാബോളിക് പാത്ത് മാത്രമാണ്. സോ ടു സിംപ്ലിഫൈ ദ കോംപ്ലിക്കേറ്റഡ് മോഷൻ സെൻറ്റർ ഓഫ് മാസ് ക്യാൻ ബി കൺസിഡർഡ്. അതായത് നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഓവറോൾ മൂവ്മെൻറ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ ബോട്ടിലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെൻറ്റർ ഓഫ് മാസ് ഫോളോ ചെയ്യുന്നത് ഒരു പരാബോളിക് പാത്താണ്. അതായത് വൈൽ കൺസിഡറിങ് ദി സെൻറ്റർ ഓഫ് മാസ് ദ കോംപ്ലിക്കേറ്റഡ് മോഷൻ ക്യാൻ ബി സിംപ്ലിഫൈഡ്. പിന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സെൻറ്റർ ഓഫ് മാസ് ഉള്ള
പോയിന്റ് നോക്കൂ, ഇത് ഫോളോ ചെയ്യുന്നത് ഈ ഒരു പരാബോളിക് പാത്താണ്. അതായത് ദർ ഇസ് നോ റൊട്ടേഷണൽ മോഷൻ. മറ്റുള്ള പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഇവിടെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകുന്ന സമയത്ത് സെൻട്രോ മാസ് അതൊരു ഫിക്സഡ് ആയിട്ടുള്ള പാത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്, ട്രാജക്ടറിലൂടെ പോവുകയാണ്. ആ ട്രാജക്ടറി നമ്മൾ പരാബോള എന്ന് പറയുന്നത്. സോ ദർ ഇസ് നോ റൊട്ടേഷണൽ മോഷൻ ഫോർ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിനെ സംബന്ധിച്ചിട്ട് റൊട്ടേഷണൽ മോഷൻ ഉണ്ടായിരിക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ് ആണ്. ഇഫ് യു കൺസിഡർ എ റിജിഡ് ബോഡി, എവറി റിജിഡ് ബോഡി ഹാസ് എ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ദർ ഇസ് നോ റൊട്ടേഷണൽ മോഷൻ ഫോർ ദി സെൻറ്റർ ഓഫ് മാസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് ചില റിജിഡ് ബോഡീസിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യമായിട്ട് യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി, അതായത് മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ബോഡീസുകൾ നോക്കാം. ഒരു ഡിസ്ക്കാണിത്, ഒരു സോളിഡ് ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും, ജോമെട്രിക് സെൻറ്ററിലായിരിക്കും. അതേപോലെ ഇതൊരു സോളിഡ് സിലിണ്ടറാണ്, അത് ഇതിൻ്റെ ഈ സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ. അതേപോലെ ഇതൊരു സോളിഡ് ക്യൂബാണ്, ആ ക്യൂബിൻ്റെയും കറക്റ്റ് സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനി നോൺ യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇതൊരു നോൺ യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡിയാണ്. ഈ ഭാഗത്ത് മാസ് കൂടുതലാണ്, ഈ ഭാഗത്ത് മാസ് കുറവാണ്. സ്വാഭാവികമായിട്ടും മാസ് കൂടിയ ഈ ഭാഗത്തായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതേപോലെ ഇത് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ലാമിനയാണ്, ഇതിൻ്റെയും ഈ ഭാഗത്തേക്കാണ് മാസ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ പോയിന്റിലായിരിക്കും ആൾമോസ്റ്റ് ഉണ്ടായിരിക്കുക. അതേപോലെ ഒരു ഹോളോ ആയിട്ടുള്ള ബോഡി, അതായത് ഒരു റിംഗ് ആണ് എടുത്തിരിക്കുന്നത്, ആ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. അതായത് ഇവിടെ ഹോളോ സ്പേസ് ആണ്, ആ ഭാഗത്തായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. അതേപോലെ ഒരു ഹോളോ സിലിണ്ടർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ ഹോളോ ആയിട്ടുള്ള ഈ സെൻറ്ററിലായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണം. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സർട്ടൺ പാർട്ടിക്കിൾസ്. നമുക്കൊരു സിസ്റ്റം കൺസിഡർ ചെയ്യണം. ഒരു സിസ്റ്റം ഫോം ചെയ്യണമെങ്കിൽ മിനിമം 2 പാർട്ടിക്കിൾസ് എങ്കിലും വേണം. അതായത് ഒരു പാർട്ടിക്കിൾ മാത്രമാണ് നമ്മൾ പാർട്ടിക്കിൾ എന്ന് മാത്രമാണ് പറയുക. അപ്പോൾ ഒരു സിസ്റ്റം ഫോം ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി മിനിമം ഓഫ് 2 പാർട്ടിക്കിൾസ്. അത്തരത്തിലുള്ള ഏറ്റവും സിമ്പിളായുള്ള ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത്. യു കൺസിഡർ എ 2 പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ XY കോർഡിനേറ്റ് എടുത്തിരിക്കുന്നു. നമ്മളതിൻ്റെ ഒറിജിനാണ് O. 2 പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് M1 ആണ്, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് M2 ആണ്. M1ലേക്ക് Oയിൽ നിന്നുള്ള അകലമാണ് X1, M2ലേക്ക് Oയിൽ നിന്ന് അകലമാണ് X2. അപ്പോൾ 2 പാർട്ടിക്കിളിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ 2 പാർട്ടിക്കും കൂടി ഓൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ പോയിന്റാണ്, നമുക്കതറിയാം. അതാണ് സെൻറ്റർ ഓഫ് മാസ്. ആ സെൻറ്റർ ഓഫ് മാസ് ആണ് ഇവിടെ CM എന്നുള്ള ഈ പോയിന്റായി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെൻറ്റർ ഓഫ് മാസിലേക്ക് Oയിൽ നിന്നുള്ള അകലമാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ X. ഓക്കെ. ഇനി എന്താണ് മൊമെൻ്റ് ഓഫ് എ ക്വാണ്ടിറ്റി? മൊമെൻ്റ് ഓഫ് എനി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റീനെ അതിൻ്റെക്കുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമ്മൾ കാണുന്നത് മൊമെൻ്റ് ഓഫ് മാസ് ആണ്. അതായത് M1ൻ്റെ മൊമെൻറ്റും കണ്ടുപിടിക്കും, M2ൻ്റെ മൊമെൻറ്റും കണ്ടുപിടിക്കും. അതായത് മാസ് മൊമെൻ്റ് ഓഫ് M1, അതായത് M1ൻ്റെ മാസ് മൊമെൻ്റ് എന്ന് പറയുന്നത് M1 ഇൻറ്റു M1ലേക്ക് ഒറിജിനിൽ നിന്നുള്ള അകലം, ദാറ്റ് ഈസ് M1 X1. Similarly, mass moment of M2 is equal to M2 X2. Okay. Then total mass moment of the system is equal to M1 X1 plus M2 X2. ഇനി നമുക്കറിയാം ഈ 2 പാർട്ടിക്കിളിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ് കിടക്കുന്നത്. ഈ സെൻറ്റർ ഓഫ് മാസിലാണ് ഈ 2 പാർട്ടിക്കിളിൻ്റെയും ഓവറോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം M1 പ്ലസ് M2 ആയിരിക്കും. അതായത് എത്ര പാർട്ടിക്കിൾ ഉണ്ടോ ആ പാർട്ടിക്കിളിൻ്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇവിടുത്തെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് M1 പ്ലസ് M2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ മാസ് മൊമെൻറ്റ് കാണണമെങ്കിൽ മാസ് മൊമെൻറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു സെൻറ്റർ ഓഫ് മാസിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ് M1 പ്ലസ് M2 ഇൻറ്റു സെൻറ്റർ ഓഫ് മാസിലേക്ക് Oയിൽ നിന്നുള്ള അകലം നമ്മൾ കാണിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ X ആണ്. സോ M1 പ്ലസ് M2 ഇൻറ്റു ക്യാപിറ്റൽ X. ഈ 2 ഇക്വേഷൻസും ഈക്വലൻ്റ് ആണ്. അതായത് നമ്മളിവിടെ ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് മൊമെൻറ്റ് കണ്ടു, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് മൊമെൻറ്റ് കണ്ടു, ഈ ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷനായി കൺസിഡർ ചെയ്തിരിക്കുന്നത് 2 പാർട്ടിക്കിളിൻ്റെ മാസ് ആഡ് ചെയ്തിട്ട്, അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഓവറോൾ മാസ്സായി കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ മാസ് മൊമെൻറ്റ് കണ്ടു. ഈ രണ്ടും ഈക്വലൻ്റ് നമുക്ക് കാണാൻ കഴിയും. അതായത് M1 X1 പ്ലസ് M2 X2 ഇസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു X. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ X ഇസ് ഈക്വൽ ടു M1 X1 പ്ലസ് M2 X2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അതാണ് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള ഫോർമുല. അതായത് X1 ഉം X2 ഉം M1 ഉം M2 നമുക്ക് അറിയാമെങ്കിൽ ക്യാപിറ്റൽ Xൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും.
ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് M1ഉം M2ഉം ഈക്വൽ മാസാണ് വിചാരിക്കുക. അതായത് M1 = M2 = M ആണെങ്കിൽ എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ? X = നമുക്ക് M1ന് പകരം M എന്ന് കൊടുക്കാം. mx1 പ്ലസ് mx2 ഡിവൈഡഡ് ബൈ M പ്ലസ് M. അപ്പോൾ എന്ത് വരും? 2m എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് M ഇവിടെ കോമൺ ആയിട്ട് എടുക്കാം. M × x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2m. M നെറ്റ് ക്യാൻസൽ. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ക്യാപിറ്റൽ X = x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2. അതായത് x1ൻ്റെയും x2ൻ്റെയും മിഡിൽ പോയിന്റിലായിട്ടാണ് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത്. ദാറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് ദ മിഡ് വേ ബിറ്റ്വീൻ 2 പാർട്ടിക്കിൾസ്. ഓക്കെ, ഇങ്ങനെയാണ് 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് XY പ്ലെയിനിലാണെങ്കിൽ ഒരു എക്സ് ആക്സിസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഈ തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് 2 പാർട്ടിക്കിൾ സിസ്റ്റം ആയിരുന്നു. ഇനി നമുക്ക് എത്ര പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എടുക്കാം? ജനറലൈസ് ചെയ്ത് നമുക്ക് n പാർട്ടിക്കിൾ സിസ്റ്റമാണ് എടുത്ത് വിചാരിക്കാം. കുറേ n പാർട്ടിക്കിൾ സിസ്റ്റം. ഹൗ വിൽ യു റൈറ്റ് ക്യാപിറ്റൽ X? ക്യാപിറ്റൽ X പറഞ്ഞാൽ X കോർഡിനേറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. നമുക്ക് എന്ത് ചെയ്യാം? M1 x1 പ്ലസ് M2 x2 നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അപ് ടു Mn xn. അതായത് n പാർട്ടിക്കിളാണ് ഉള്ളത് ഡിവൈഡഡ് ബൈ ആ പാർട്ടിക്കിളിൻ്റെ എല്ലാം കൂടി മാസ്. ദാറ്റ് ഈസ് M1 പ്ലസ് M2 പ്ലസ് എക്സെട്ര അപ് ടു Mn. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതാം. സിഗ്മ ഒരു സമ്മേഷൻ ഇൻഡെക്സ് കൊടുക്കുന്നത് I = 1 to n. അതായത് ഐയുടെ വാല്യൂ 1 മുതൽ n വരെ റൺ ചെയ്യുന്നു. Mi xi ഡിവൈഡഡ് ബൈ അതേപോലെ M അതിനെ സിഗ്മ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ I = 1 to n mi. അതായത് എങ്ങനെ നമ്മൾ റീഡ് ചെയ്യേണ്ടത്? ഐക്ക് 1 കൊടുക്കുന്ന സമയത്ത് നമുക്ക് M1 x1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് കിട്ടും? M1 കിട്ടും. അതുപോലെ ഐക്ക് 2 കൊടുക്കുമ്പോൾ M2 x2 ഡിവൈഡഡ് ബൈ M2. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് തന്നെ സിഗ്മ നൊട്ടേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ കഴിയും. നോക്കൂ, ഇവിടെ സിഗ്മ I = 1 to n mi എന്ന് പറഞ്ഞാൽ ഇത് ഓൾ മാസ് ഓഫ് ദി സിസ്റ്റം. അതായത് എത്ര പാർട്ടിക്കിൾ അവിടെ ഉണ്ടോ ആ പാർട്ടിക്കിളിൻ്റെ എല്ലാം കൂടി മാസ് ചേർന്നാണ് M1 പ്ലസ് M2. അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. അത് നമുക്ക് ക്യാപിറ്റൽ M കൊണ്ട് ഡിനോട്ട് ചെയ്യാം. സോ ക്യാപിറ്റൽ X = 1/m സിഗ്മ I = 1 to n mi xi. ഇങ്ങനെയാണ് നമുക്ക് സിംപ്ലിഫൈ ഫോമിൽ എഴുതാൻ കഴിയുക. ഇതേപോലെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഒരു പ്ലെയിനിൽ എടുക്കുകയാണെങ്കിൽ പ്ലെയിനിൽ നമുക്കറിയാം ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്നെങ്കിൽ 2 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് അറിയാം ഒരു പോയിന്റ് ആണ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് അവിടെ 2 കോർഡിനേറ്റ്സ് ആയിട്ട് എടുക്കണം. X കോർഡിനേറ്റും അതുപോലെ Y കോർഡിനേറ്റും. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ X എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/m സിഗ്മ I = 1 to n mi xi. അതേപോലെ Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1/m സിഗ്മ I = 1 to n mi yi. ഇനി ഇഫ് യു കൺസിഡർ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഇൻ സ്പേസിനെ സംബന്ധിച്ച് അറിയാം 3 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ 3 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. നമുക്ക് എക്സും വൈയും സെറ്റും ഏതായിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ X = 1/m സിഗ്മ I = 1 to n mi xi. അതേപോലെ Y = 1/m സിഗ്മ I = 1 mi yi. അതേപോലെ Z = 1/m സിഗ്മ I = 1 mi zi. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജനറലായിട്ട് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം കണ്ടുപിടിക്കുക? സെൻറ്റർ ഓഫ് മാസ് ഓഫ് a system, position of the center of mass is equal to sum of the mass moments divided by total mass. അതായത് എല്ലാ മാസ് മൊമെൻറ്റ് കൂടി സം ചെയ്യുക ഡിവൈഡഡ് ബൈ ആ ക്വാണ്ടിറ്റീനെ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിജിഡ് ബോഡി സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും പാർട്ടിക്കിൾസ് അവിടെ ഡിസ്ക്രീറ്റ് അല്ല. ശരിക്കും പാർട്ടിക്കിൾസ് അവിടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത റിജിഡ് ബോഡി സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. അതായത് കൺസിഡർ എ യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി. ഫോർ എക്സാമ്പിൾ ഒരു സോളിഡ് സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സോളിഡ് സിലിണ്ടർ. ആ സോളിഡ് സിലിണ്ടറിനെ നമ്മളൊരു പ്ലെയിനിൽ കൊണ്ടുവന്ന് വെച്ചു. അതായത് XY പ്ലെയിനിലാണ്. ഈ സോളിഡ് സിലിണ്ടറിനെ നമുക്ക് കുറേ സ്ലൈസുകളായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് കുറേ ഡിസ്കുകൾ ചേർന്നാണ് നമുക്ക് ഈ സോളിഡ് സിലിണ്ടർ എന്ന് അസ്യൂം ചെയ്യാം. ആ അത്തരത്തിലുള്ള ഒരു ഡിസ്ക്, ആ ഡിസ്കിൻ്റെ മാസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് DM. ഇതിൻ്റെ ടോട്ടൽ മാസ് എന്ന് എടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ M ആണ്. ഈ ഓയിൽ നിന്ന് DM-ലേക്കുള്ള അകലമാണ് നമ്മൾ X എടുത്തിരിക്കുന്നത്, സ്മോൾ x. അതേപോലെ ഈ എൻഡിലേക്ക്, ഈ ഫസ്റ്റ് ഇനീഷ്യൽ എൻഡിലേക്കുള്ള ഒറിജിനൽ ദൂരം x1ഉം ഈ എൻഡിലേക്ക് ഫൈനൽ എൻഡിലേക്കുള്ള ദൂരം XN-ഉമായിട്ട് എടുത്തിരിക്കുന്നു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡിയാണ്. അപ്പോൾ ആദ്യം മാസ് മൊമെൻറ്റ് ഓഫ് DM. നമുക്ക് ആദ്യം DM എന്നുള്ള ആ ഒരു ചെറിയ സ്ലൈസിൻ്റെ മാസ് മൊമെൻറ്റ് കാണണം. അതായത് എങ്ങനെ മാസ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക? ആ മാസ് ഇൻറ്റു അവിടേക്കുള്ള അകലം, ദാറ്റ് ഈസ് X × DM. DM-ലേക്കുള്ള അകലം എന്ന് പറയുന്നത് X ആണ്. സോ മാസ് മൊമെൻറ്റ് ഓഫ് DM is equal to X
DM. ഇനി ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം നമുക്ക് എന്താ വെച്ചാൽ ഈ കുറേ DMകൾ ചേർന്ന ആണ് ഈ മൊത്തം സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള DMകളെല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മാസ് ഇവിടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഇൻ്റഗ്രേഷനാണ് ആവശ്യം. അല്ലാതെ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് സിഗ്മ നൊട്ടേഷൻ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇവിടെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. സോ ഈക്വൽ ടു സിഗ്മ എവിടെ മുതൽ എവിടെ വരെ, ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ. അപ്പോൾ ഈ എൻഡിലേക്കുള്ള അകലം എന്ന് പറയുന്നത് x1 ആണ്, ഇവിടേക്കുള്ള അകലം എന്ന് പറയുന്നത് xn ആണ്. സോ ഇൻ്റഗ്രൽ x1 ടു xn xdm അതാണ് ഇതിൻ്റെ ടോട്ടൽ മാസ് മൊമെൻറ്റ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് വേണ്ടത് ടോട്ടൽ മാസ് മൊമെൻറ്റ് ഓഫ് ദ സിസ്റ്റം ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ആണ് വേണ്ടത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് നമ്മൾ ക്യാപിറ്റൽ M ആണ് എടുത്തിരിക്കുന്നത്. സോ ദ ടോട്ടൽ മാസ് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് അതായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. സോ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ബോഡി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 ടു xn xdm ദാറ്റ് ഈസ് ടോട്ടൽ മാസ് മൊമെൻറ്റ് ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ മാസ് ഓഫ് ദി സിലിണ്ടർ. ഈ ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു തിൻ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് വി ആർ കൺസിഡറിങ് എ തിൻ റോഡ്. ആ തിൻ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആ തിൻ റോഡ് നമുക്ക് ഇതേപോലെ തന്നെ ഈ XY പ്ലെയിനിൽ കൊടുന്ന് വയ്ക്കാം. ഈ തിൻ റോഡിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് L ആണ്. ഇതിൻ്റെ ലെങ്ത്ത് 0 മുതൽ L വരെയാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ആ റോഡിൻ്റെ ഒരു ചെറിയ ഒരു പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഭാഗം. അതിൻ്റെ മാസ് എന്നുള്ളത് DM ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് DX ആണ്. DX ആണ് ഈ എടുത്തിരിക്കുന്ന സെഗ്മെൻറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞത്. നമുക്കിതിൻ്റെ ടോട്ടൽ മാസ് ഓഫ് ദ റോഡ് എടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ M ആണ്. ഇതിൻ്റെ എൻ്റയർ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് സ്മോൾ L ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ മാസും അതിൻ്റെ ടോട്ടൽ ലെങ്ത്തും അറിയാമെങ്കിൽ നമുക്ക് മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കാം. മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ L. അതായത് യൂണിറ്റ് ലെങ്ത്തിനുള്ള മാസ് എന്ന് പറയുന്നത് M/L ആണ്. നമുക്ക് വേണ്ടത് എന്താണ്, ഈ DM-ൻ്റെ വാല്യൂ കൃത്യമായിട്ട് അറിയണം. DM എന്ന് പറഞ്ഞാൽ DM-ൻ്റെ ലെങ്ത്ത് നമുക്കറിയാം DX ആണ്. അപ്പോൾ DM എന്നുള്ള ആ മാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്. അതായത് യൂണിറ്റ് ലെങ്ത്തുള്ള മാസ് M/L ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ വിഡ്ത്ത് ദാറ്റ് ഈസ് DX. സോ DM ഈസ് ഈക്വൽ ടു M/L ഇൻറ്റു DX ആയിരിക്കും ആ DM എന്നുള്ള മാസിൻ്റെ വാല്യൂ. ഓക്കെ, നമുക്കിത് സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്താം. സെൻറ്റർ ഓഫ് മാസ് കാണണമെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ അറിയാതാണ് x1 ടു xn xdm ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ റോഡിൻ്റെ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ ദാറ്റ് ഈസ് 0 ടു L xdm ഡിവൈഡഡ് ബൈ M. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു L x dm-ൻ്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട് M/L dx. സോ M/L dx ഡിവൈഡഡ് ബൈ M. ഇവിടെ M എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്, L എന്നുള്ളതും ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ M-ഉം L-ഉം ഔട്ട്സൈഡ് എടുക്കാം. ഇൻ്റഗ്രൽ 0 ടു L x dx. താഴെ ഇവിടെ M ഉണ്ട്. ഈ M-ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് x ഈസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ 0 ടു L x dx വരും. ഓക്കെ, അതായത് 1/L വേണ്ട M ക്യാൻസൽ ചെയ്തു 0 ടു L x dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1/L അതേപോലെ എഴുതി നമ്മൾ ഇൻ്റഗ്രേഷൻ മനസ്സിലാക്കേണ്ടത്. ഇൻ്റഗ്രൽ ഓഫ് x dx എന്ന് പറഞ്ഞാൽ x²/2 അതായത് x⁻1+1 ഡിവൈഡഡ് ബൈ 1+1 ലിമിറ്റ്സ് കൊടുക്കുക 0 മുതൽ L വരെ. അപ്പം എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/L. ആദ്യം നമ്മൾ എക്സിന് L കൊടുക്കുക ദാറ്റ് ഈസ് L². ഈ 2 നമുക്ക് ഇങ്ങോട്ട് എടുക്കാം മൈനസ് 0. സോ ഈ L ക്യാൻസൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ L/2 ആയിരിക്കും. അതായത് L ലെങ്ത്തുള്ള ഒരു യൂണിഫോം റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റിലായിരിക്കും. ദാറ്റ് ഈസ് L ആണ് ലെങ്ത് എങ്കിൽ അതിന് സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത് L/2 എന്നുള്ള പോയിന്റിലായിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ബോർഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുന്നത്. നമുക്ക് ഈ പഠിച്ച കോൺസെപ്റ്റ്സുകളെല്ലാം ഉൾക്കൊള്ളുന്ന കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഗിവ് ലൊക്കേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് സ്ഫിയർ, സിലിണ്ടർ, റിംഗ് ആൻഡ് ക്യൂബ് ഈച്ച് ഓഫ് യൂണിഫോം മാസ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റി യൂണിഫോം ആണ്, അതായത് യൂണിഫോമലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ബി ലൈസ് ഇൻസൈഡ് ദി ബോഡി. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സെൻറ്റർ ഓഫ് മാസ് നോക്കാം. അതായത് ഒരു സ്ഫിയർ ആണത്. സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് യൂണിഫോമലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോഡി ആയതുകൊണ്ട് അതിൻ്റെ ജോമെട്രിക് സെൻറ്ററിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. രണ്ടാമത്തത് ഒരു സോളിഡ് സിലിണ്ടറാണ്.
സോളിഡ് സിലിണ്ടറെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. ആ ആക്സിസ് ഓഫ് സിമെട്രിയുടെ സെൻറ്ററിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. റിംഗ് എന്നുള്ളത് റിങ്ങിൻ്റെ സെൻറ്ററിലായിരിക്കും റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. നാലാമത്തെ ഒരു ക്യൂബാണ്. ക്യൂബിനെ സംബന്ധിച്ച് നമുക്ക് രണ്ട് ഡയഗണൽസ് ഈ തരത്തിൽ എടുക്കാം. ഈ രണ്ട് ഡയഗണൽസിൻ്റെയും ഇൻ്റർസെക്ഷൻ ആയിരിക്കും, അതായത് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ് ഇവിടെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഒരു ക്യൂബിൻ്റെ കിടക്കുന്നത്. നമുക്കറിയാം റിങ്ങിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് അത് റിങ്ങിൻ്റെ ഒരു ഭാഗമല്ല, അത് കിടക്കുന്ന ഒരു ഹോളോ ഭാഗത്താണ് കിടക്കുന്നത്. അതായത് ചോദ്യം എന്താണ്, സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ബി ലൈസ് ഇൻസൈഡ് ദ ബോഡി. ബോഡിക്ക് അകത്ത് തന്നെയാണ് സെൻറ്റർ ഓഫ് മാസ് കിടക്കണം നിർബന്ധമാണോ? അപ്പോൾ റിങ്ങിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും അല്ല. ഓർ എ റിംഗ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് നോട്ട് ഇറ്റ്സ് പാർട്ട്. റിങ് ഈ ഒരു പോർഷനേ ഉള്ളൂ, അപ്പോൾ അല്ലാത്തൊരു പോർഷനിലാണ് ഈ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഹിയർ ലൈസ് ഔട്ട്സൈഡ് ദി ബോഡി. രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഇൻ HCl molecule the separation between two nuclei of two atoms is 1.27 degree angstrom. ഒരു ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻⁻10 മീറ്റർ ആണ്. അതായത് HCl മോളിക്കുലാണ്, 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ്. ഒരു പാർട്ടിക്കിൾ സിഎല്ലും ഒരു പാർട്ടിക്കിൾ ഹൈഡ്രജനും. ഫൈൻഡ് അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് മോളിക്യൂൾ ഗിവൺ ദാറ്റ് ക്ലോറിൻ ആറ്റം ഈസ് അബൌട്ട് 35.5 ടൈംസ് ആസ് മാസീവ് ആസ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജനുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിൻ വളരെ മാസീവ് ആറ്റമാണ്, 35.5 മടങ്ങ് അതിൻ്റെ മാസ് കൂടുതലാണ്. ആൻഡ് നിയർലി ഓൾ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് ന്യൂക്ലിയസ്. നമുക്കറിയാം ആറ്റത്തിനെ സംബന്ധിച്ച് ആൾമോസ്റ്റ് ഓൾ മാസ് ഓഫ് ദി ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് ന്യൂക്ലിയസ്. അപ്പോൾ നമുക്ക് ഇതാണ് ക്ലോറിൻ ആറ്റം, ഇതാണ് ഹൈഡ്രജൻ ആറ്റം എങ്കിൽ ഈ ഇതിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 1.27 ഡിഗ്രി ആംസ്ട്രോം ആണ്. നമുക്കതിനെ ഒരു പ്ലെയിനിലേക്ക് എടുത്ത് വരയ്ക്കാം. നമ്മളിവിടെ ഹൈഡ്രജൻ ആറ്റം എടുത്തിരിക്കുന്നത് ഒറിജിനൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിനലായിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഈ ക്ലോറിൻ ഈ ഭാഗത്തെടുത്ത സമയത്ത് ഹൈഡ്രജൻ എന്നുള്ളത് നമ്മൾ ഒറിജിനലായിട്ട് എടുത്തു. ദെൻ ക്ലോറിൻ ഈസ് ഹിയർ. ദെൻ ഈ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും ഇടയ്ക്കുള്ള സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് എന്തായാലും ക്ലോറിനോട് ചേർന്നുള്ള പോയിന്റിലായിരിക്കും. കാരണം ക്ലോറിനാണ് മാസീവ് ആറ്റം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത് ക്ലോറിനോട് ചേർന്നുള്ള ആ പോയിന്റിലായിരിക്കും. നോക്കൂ, സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള അകലം ഒറിജിനിൽ നിന്ന് എക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് 1.27 ഡിഗ്രി ആംസ്ട്രോം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് 1.27 മൈനസ് എക്സ് എടുക്കാൻ പറ്റും. കാരണം ഇത് 1.27 ആണ്. സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള അകലം എക്സ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അതായത് ഇവിടെ 2 പാർട്ടിക്കിളേ ഉള്ളൂ, ഹൈഡ്രജൻ എന്നുള്ളൊരു പാർട്ടിക്കിളും ക്ലോറിൻ എന്നുള്ളൊരു പാർട്ടിക്കിളും. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ അറിയാം. എക്സ് ഈസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇവിടെ തന്നിരിക്കുന്നത് ക്ലോറിൻ ആറ്റത്തിൻ്റെ മാസ് എന്നുള്ളത് 35.5 ടൈംസ് ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ നമുക്ക് ക്ലോറിൻ ആറ്റത്തിൻ്റെ മാസ് എന്നുള്ളത് 35.5 യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജത്തിൻ്റെ നമുക്ക് എന്തെടുക്കാം, 1 എന്ന് എടുക്കാൻ പറ്റും. ഇത് 1 യൂണിറ്റും 35.5 യൂണിറ്റുമായിട്ട് ഇതിൻ്റെ മാസുകൾ എടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് കണ്ടെത്താം. എക്സ് സി എം, സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല നമ്മൾ എഴുതി m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ദാറ്റ് ഈസ് m1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ മാസാണ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു ഈ ഒറിജിനിൽ നിന്ന് ഹൈഡ്രജനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, 0 തന്നെയാണ്. ഒറിജിനലിന് ഹൈഡ്രജൻ ഇരിക്കുന്നത്. സോ 1 ഇൻറ്റു 0 പ്ലസ് രണ്ടാമത്തെ മാസ് ക്ലോറിനാണ്. അപ്പോൾ അതിൻ്റെ മാസ് 35.5 ഇൻറ്റു ഒറിജിനിൽ നിന്ന് ഇവിടേക്കുള്ള അകലം 1.27 ഡിവൈഡഡ് ബൈ ദി ഓവറോൾ മാസ് 1 പ്ലസ് 35.5. നമുക്ക് ചെയ്താൽ കിട്ടും 1.235 ഡിഗ്രി ആംസ്ട്രോം. അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.235 ഡിഗ്രി ആംസ്ട്രോങ് ആണ്. അതായത് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളത് ഇത്രയും ഡിസ്റ്റൻസിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ നിന്ന് അകലെയാണ് കിടക്കുന്നത്. അതായത് ക്ലോറിൻ ആറ്റത്തിനോട് ചേർന്ന് ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ നിന്ന് 1.235 ഡിഗ്രി ആംസ്ട്രോമിലാണ് ഈ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നതെന്ന് കാണാൻ കഴിയും. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് 3 പാർട്ടിക്കിൾസ് അറ്റ് ദി വെർട്ടീസസ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 3 പാർട്ടിക്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ 3 വെർട്ടീസുകളായിട്ട് ഇരിക്കുകയാണ്. ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ 100 gram, 150 gram ആൻഡ് 200 gram റെസ്പെക്റ്റീവ്ലി. ഈച്ച് സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 0.5 മീറ്റർ ലോങ്. അപ്പോൾ നമുക്ക് ഈ തരത്തിൽ അറേഞ്ച്മെൻറ്റ് കൺസിഡർ ചെയ്യാം. 3 പാർട്ടിക്കിൾ, ഒന്ന് ഓയിലും ഒന്ന് എയിലും ഒന്ന് ബിയിലായിട്ട് വെച്ചിരിക്കുന്നു. ദിസ് ഈസ് 100 gram, ദിസ് ഈസ് 150 gram, ദിസ് ഈസ് 200 gram. അപ്പോൾ നമുക്ക് 3 പാർട്ടിക്കിൾ സിസ്റ്റം ആയതുകൊണ്ട് 3 പാർട്ടിക്കിളിൻ്റെയും എക്സ് കോർഡിനേറ്റും അതുപോലെ വൈ കോർഡിനേറ്റുമാണ്. അതായത് x1, x2, x3 അതുപോലെ y1ഉം y2, y3 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒറിജിനലാണ്. അപ്പോൾ
ഈ 100 ഗ്രാം എന്നുള്ള പാർട്ടിക്കിളിനെ ഈ XY കോർഡിനേറ്റിൻ്റെ ഒറിജിനലായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് നമുക്ക് x1 y എന്ന് എടുക്കാം, ഇവിടുത്തെ x2 y2, ഇവിടുത്തെ x3 y3. ഇനി x1 y1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടും ഒറിജിനൽ ആയതുകൊണ്ട് 0 0 എന്ന് എടുക്കാം. x1 y1 ഈസ് ഈക്വൽ ടു 0 0 എന്ന് എടുക്കാം. x2 y2 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. നമുക്കറിയാം ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 0.5 മീറ്റർ ആണ്. ഇവിടുത്തെ y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ x2 y2 എന്നുള്ളത് 0.50 എന്നെടുക്കാം. ഇനി x3 y3 ഈ കോർഡിനേറ്റ് സംബന്ധിച്ച്, അതായത് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് നമുക്ക് വേണ്ട, അതായത് ഇവിടെ ഈ ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. അതായത് 0.5ൻ്റെ ജസ്റ്റ് ഹാഫാണ് 0.25. 0.25 ഈ പോയിന്റ് എടുക്കുമ്പോൾ 0.25 ആണ്. നമുക്ക് വേണ്ടത് ഈ ഒരു പോയിന്റാണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ x3യും y3യും കണ്ടെത്തണം. x3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ആണ്. x3യുടെ വാല്യൂ 0.25 എന്നാണ് കിട്ടുക. y3 കണ്ടെത്തണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. y3 എന്ന് പറഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് അറിയാം. ഹൈപ്പോട്ടന്യൂസിൻ്റെ സൈഡ് അറിയാം 0.5 ആണ്. ഈ ഡിസ്റ്റൻസ് 0.25 എന്ന് അറിയാം. അപ്പോൾ ഈ ലെങ്ത് കാണണമെങ്കിൽ √0.5² മൈനസ് 0.25² ചെയ്താൽ മതി. അതായത് y3 is equal to hypotenuse square minus base square, that is 0.5² minus 0.25². 0.5ന് ഞാൻ എങ്ങനെ എഴുതി? 2 × 0.25 എന്ന് എഴുതി. 2 × 0.25 the whole square minus 0.25 the whole square. ഇവിടെ രണ്ടിലും 0.25 whole square ഉണ്ട്. അത് റൂട്ടിനകത്തേക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും 0.25² ഉണ്ട്. അത് റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് 0.25 മാത്രമാവും. പിന്നെ ഇവിടെ 2² പറഞ്ഞാൽ 4 ആണ്, മൈനസ് ഇവിടെ ബാക്കി 1 വരും. സോ 0.25 × √4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ √3, ദാറ്റ് ഈസ് 0.25 × √3 വിൽ ഗെറ്റ് 0.43 മീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുക y3യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.43 മീറ്റർ ആണ്. അതായത് x3 y3 എന്ന് പറയുന്നത് 0.25 0.43. ഇനി നമുക്ക് ഈസിയാണ്. നമുക്ക് എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കണ്ടെത്തണം. നമുക്ക് ഫോർമുല അറിയാം. m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ പ്ലസ് m3 x3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 ആണ് എക്സ് കോർഡിനേറ്റിൻ്റെ. അതുപോലെ y കോർഡിനേറ്റിൻ്റെ m1 y1 പ്ലസ് m2 y2 പ്ലസ് m3 y3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ചെയ്ത ആൻസർ കിട്ടും 0.28 മീറ്റർ. അതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ്. ഇതേപോലെ y കോർഡിനേറ്റ് കാണാൻ നമുക്ക് ആൻസർ കിട്ടും 0.19 മീറ്റർ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് രണ്ട് കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും ഉണ്ട്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് 0.28 മീറ്റർ ആയിരിക്കും. ക്യാപിറ്റൽ y വരുന്നത് 0.19 മീറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്തുന്നത്. നമുക്ക് അവസാനമായിട്ട് ഈ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ട്രയാങ്കുലർ ലാമിന. അതായത് ഒരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ ലാമിനയാണിത്. 2 ഡയമെൻഷനിലാണിത്. ഈ ട്രയാങ്കുലർ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് കണ്ടെത്തണം. നമുക്കറിയാം ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമുക്ക് ഇതിൻ്റെ മീഡിയൻസ് വരയ്ക്കാം. ഈ തരത്തിൽ മീഡിയൻ ഇങ്ങോട്ടൊരു മീഡിയൻ വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡിലായിരിക്കും ഈ ട്രയാങ്കുലർ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ട്രയാങ്കുലർ ലാമിന ഈസ് അറ്റ് ദി സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കുലർ ലാമിന. അതേപോലെ നമുക്ക് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു കോൺ എടുക്കുകയാണെങ്കിൽ, ഫോർ എ കോൺ, suppose if h is the height of this cone, then center of mass lies at a distance 3h/4. അതായത് മൊത്തം ഹൈറ്റ് h ആണെങ്കിൽ ഇത്രയും അകലത്തിലാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3h/4 ഫ്രം ദി ടോപ്പ് വെർട്ടക്സ്. മൊത്തം ഹൈറ്റ് h ആണെങ്കിൽ ഈ വെർട്ടക്സിൽ നിന്ന് h അകലത്തിലായിട്ട് ഈ പോയിന്റിലായിരിക്കും ഈ കോണിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കിടക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മളിത് മനസ്സിലാക്കി എന്താണ് റിജിഡ് ബോഡി. റിജിഡ് ബോഡി ഈസ് നത്തിങ് ബട്ട് എ കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ വിച്ച് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് ഫിക്സ്ഡ്. ഒരു തരത്തിലുള്ള റിയൽ ബോഡി എടുത്തു കഴിഞ്ഞാലും ട്രൂലി റിജിഡ് അല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സെർട്ടൺ ലിമിറ്റ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു ലിമിറ്റ് വരെ എല്ലാ ബോഡീസും റിജിഡ് ബോഡിയാണെന്ന് കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഒരു ഡിഫോർമേഷൻ സംഭവിക്കുന്നു എന്നുള്ളതും, പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഈ ഡിഫോർമേഷൻ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോഡീസൊക്കെ തന്നെ റിജിഡ് ബോഡീസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി റിജിഡ് ബോഡീസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ, എന്തെല്ലാം മോഷൻസ് നമ്മൾ കണ്ടത്? ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവാം. അതേപോലെ റിജിഡ് ബോഡിയെ സംബന്ധിച്ച് റൊട്ടേഷണൽ മോഷൻ, പിന്നെ കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ റൊട്ടേഷണൽ മോഷൻ, അതിന് നമ്മൾ പറഞ്ഞു റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ റിജിഡ് ബോഡിയുടെ മോഷൻ നോക്കുന്ന സമയത്ത് ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും മോഷൻ, ഓരോ പോയിന്റ് മാസിൻ്റെയും മോഷൻ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഫോർ എവരി റിജിഡ് ബോഡി ദർ ഇസ് എ പോയിന്റ് അറ്റ് വിച്ച്
ദ എൻറ്റയർ മാസ് ഓഫ് ദ റിജിഡ് ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ആ പോയിന്റ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഒരു റിജിഡ് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് മോഷനെ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. ഇതിന് ശേഷം സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ കാണുന്നതിനുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. അതായത് 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങി n പാർട്ടിക്കിൾ സിസ്റ്റം വരെയുള്ള ആ പാർട്ടിക്കിൾ എടുക്കുന്ന സമയത്ത് സെൻറ്റർ ഓഫ് മാസ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെറ്റ് കോർഡിനേറ്റൊക്കെ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി. അതിനുശേഷം ഒരു കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആകുന്ന സമയത്ത് എങ്ങനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളതും പിന്നെ അതിനെ ബേസ് ചെയ്ത കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് സെൻറ്റർ ഓഫ് മാസ് മോഷൻ എന്നുള്ളത് വിശദമായി മനസ്സിലാക്കും. അതിനെ ബേസ് ചെയ്ത ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.